എല്ലാവർക്കും വന്ദനം. യേശുവിൻ്റെ നാമം ഓരോ ദിവസം കഴിയുന്തോറും ഉയർന്നുയർന്നു വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇത് ശ്രദ്ധിക്കുന്നവരിലൂടെയും എന്നിലൂടെയും കർത്താവിൻ്റെ നാമത്തിന് കൂടുതൽ കൂടുതൽ മഹത്വം ഉണ്ടാകട്ടെ. നമ്മളാരും പൂർണ്ണരല്ല. അതുകൊണ്ട് തന്നെയാണ് ഈ പെൻസിലുകൾക്ക് എഴുതുന്ന ഭാഗം മാത്രമല്ല, മായ്ക്കുന്ന ഒരു എറേസർ കൂടിയുണ്ട്. എന്തുകൊണ്ടാണ്? അതാരെഴുതിയാലും ഇടയ്ക്ക് മായ്ക്കേണ്ടി വരും. നമ്മൾ ഇന്ന് പറഞ്ഞ കാര്യം ചിലപ്പോൾ ഉടനെ മായ്ക്കേണ്ടി വരും, ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് അയ്യോ ആ പറഞ്ഞത് അത്ര ശരിയായില്ലല്ലോ. ജീവിതത്തിൽ നമ്മൾ ഇന്നലകളിൽ പറഞ്ഞത് ഇന്ന് മായ്ക്കേണ്ടി വരാറുണ്ട്. തെറ്റുകൾ തിരുത്തുന്ന നല്ല ഒരു മനോഭാവം, അത് നമുക്ക് നല്ലതാണ്. കാരണം ദൈവം മാത്രമാണ് സർവജ്ഞാനി. നമുക്ക് അല്പമായി ജ്ഞാനമുണ്ട്. ഇന്ന് പറയുന്നത് നാളെ ഭോഷത്തരമായി തോന്നാൻ കാരണം നമ്മൾ വളരുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ കൊച്ചുനാളിൽ ചെയ്ത കുറേ അബദ്ധങ്ങൾ ഇന്ന് ഓർക്കുമ്പോൾ നമുക്ക് ലജ്ജ തോന്നാറില്ലേ? അതിൻ്റെ കാരണം നമ്മൾ വളർന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. സ്വന്തം തെറ്റുകളെ ന്യായീകരിച്ച് വയ്ക്കാതെ അതിനെ മായ്ക്കുവാൻ, രക്തം കൊണ്ട് മായ്ക്കുവാൻ കഴിവുള്ള കർത്താവിൻ്റെ കൈകളിൽ കൊടുക്കുക. കർത്താവ് പറഞ്ഞു, വരുവിൻ നമുക്ക് തമ്മിൽ വാദിക്കാം. നിങ്ങളുടെ പാപങ്ങൾ എത്ര കടും ചുവപ്പാണെങ്കിലും ഞാനതിനെ മായ്ച്ചു കളയും. രക്തം കൊണ്ട് മായ്ച്ച് ഹിമം പോലെ വെളുപ്പിക്കുമെന്ന്. നമ്മെ പരിപാവന ഹൃദയമുള്ളവരും ചിന്തകളുള്ളവരും വിശുദ്ധരും നിഷ്കളങ്കരുമാക്കി അനീതി കൊണ്ട് നിറഞ്ഞ നമ്മെ മാറ്റിമറിക്കാൻ യേശുവിൻ്റെ കാൽവരി ക്രൂശ് മരണം കാരണമായെങ്കിൽ ഇനിയും നമുക്ക് കർത്താവിൻ്റെ ആ നിഷ്കളങ്ക രക്തത്തിൽ ആശ്രയിക്കാം. നമ്മുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് കർത്താവിൻ്റെ മുഖത്തേക്ക് ഓരോരുത്തരായിട്ട് ജീവിതത്തിൽ വരുന്ന തെറ്റുകളെല്ലാം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് കൊള്ളാകുന്നവരായി തീരാം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആരും പൂർണ്ണരല്ല. അതുകൊണ്ട് മറ്റുള്ളവർക്ക് നേരെ വിരൽ ചൂണ്ടുന്നതിന് മുമ്പ് നമ്മുടെ തെറ്റുകളെ ഒന്ന് ഓർത്തിട്ടേ മറ്റുള്ളവർക്കെതിരെ വിരൽ ചൂണ്ടാവും. സ്വന്തം കണ്ണിൽ വലിയ കോലിരിക്കുമ്പോൾ മറ്റുള്ളവരുടെ കണ്ണിലെ കരട് തപ്പിത്തടയേണ്ട ആവശ്യം ഇനി നമുക്കില്ല. കർത്താവ് നോക്കട്ടെ. സ്വന്തം കണ്ണിലെ കോലിനെ നമുക്ക് ഊരിയെടുക്കാം. കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. ചേർന്ന് പാടി യേശുവിനെ ആരാധിക്കാം. And yours is the kingdom, yours is the power, yours is the glory forever. Amen. Yours is the kingdom, yours is the power, yours is the glory forever. Amen. Yours is the kingdom, yours is the power, yours is the glory forever. Amen. Yours is the kingdom, yours is the power, yours is the glory forever. Amen. Yours is the kingdom, yours is the power, yours is the glory forever. Amen. Yours is the kingdom, yours is the power, yours is the glory forever. El Shaddai, Aradhana, Elohim, Aradhana, Adonai, Aradhana, Yeshua, Aradhana, El Shaddai, Aradhana, Elohim, Aradhana,
Elohim Aradhana, Adonai Aradhana, Yeshua Aradhana, Sundarane Adishayane Mahonnadane En Priyane 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 Sundarane Adishayane Mahonnadane En Priyane. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിൽ നമ്മൾ മോശയുടെ ചരിത്രമാണ് കഴിഞ്ഞ ദിവസം ചിന്തിച്ച് തുടങ്ങിയത്. അവൻ ജനിച്ചപ്പോൾ ദിവ്യ സുന്ദരനായിരുന്നു. 3 മാസം അപ്പൻ്റെ വീട്ടിൽ അവനെ പാർപ്പിച്ചു. എന്നാൽ അന്ന് രാജ നിയമം, ആൺകുട്ടികൾ ജനിച്ചാൽ എബ്രായ കുഞ്ഞുങ്ങളാണെങ്കിൽ നൈൽ നദിയിലിട്ട് കളയണം. നിയമപ്രകാരം നൈൽ നദിയിൽ തന്നെ ഇട്ടു. എന്നാൽ ഒരു പെട്ടകം അതിനിടയിൽ വന്നു എന്നുള്ളത് വേറൊരു കാര്യം. നിയമം ലംഘിച്ചോ? ഒട്ടും ലംഘിച്ചില്ല. രാജാവ് ചോദിച്ചാൽ നൈൽ നദിയിലിട്ടോ? ഇട്ടു. എന്നാൽ ആ കുഞ്ഞ് മുങ്ങിപ്പോകാൻ കഴിയാത്ത നിലയിലാണ് നൈൽ നദിയിലിട്ടത്. നൈൽ നദിയിൽ ഇട്ട് കളയുക എന്നാണ് നിയമം. ഇതുപോലെ ചില നിയമങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് കള്ളം പറയാത്ത ഒരാൾ ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ അടുത്ത വീട്ടുകാരൻ പൈസ ചോദിച്ചു. അപ്പോൾ കള്ളം പറയാൻ പറ്റില്ലല്ലോ, വിശ്വാസിയല്ലേ. അതുകൊണ്ട് അദ്ദേഹം അകത്ത് പോയിട്ട് പൈസ അലമാരി തുറന്നിട്ട് തിരിച്ചു വെച്ചു. അതിൽ തന്നെ തിരിച്ചു വെച്ചു. എന്നിട്ട് അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, അയ്യോ 2 ദിവസം മുമ്പ് വരണ്ടേ സഹോദര, ഞാനൊരു അത്യാവശ്യമായിട്ട് അതൊന്ന് മറിച്ചു എന്ന് പറഞ്ഞു. ശരിയാണ്, അലമാരിയിൽ തന്നെ ഒന്ന് മറിച്ചു. കള്ളം പറഞ്ഞോ? ഇല്ല. സത്യമാണോ? സത്യവുമല്ല. കള്ളവുമല്ല, സത്യവുമല്ല. അങ്ങനെയുള്ള കുറേ പരിപാടികൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ചില സമയത്ത് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാതെ നിവർത്തിയില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വന്നിട്ടുണ്ടല്ലേ. എന്നാൽ യേശു ക്രിസ്തുവിൽ അങ്ങനെ ഒന്നില്ല. താൻ പറഞ്ഞത് സത്യമാണ്. കള്ളമാണെങ്കിൽ കള്ളമെന്ന് പറയും. ഇതിൻ്റെ ഇടയിൽ ഉള്ളൊരു മറിക്കൽ പരിപാടി കർത്താവിനില്ലായിരുന്നു, അപ്പോസ്തലന്മാർക്കും ഇല്ലായിരുന്നു. നമ്മുടെ ഇടയിൽ ആവശ്യത്തിനുണ്ട്. നമുക്ക് ഒത്തിരി മാറ്റങ്ങൾ കൊണ്ടുവരാൻ കർത്താവിനോട് നമ്മൾ സഹായം ചോദിക്കണം. കാരണം നമ്മളൊരു മതത്തിലായി പോകാതെ കുറേ കാലം കഴിയുമ്പോൾ നമ്മളിതൊക്കെ അടുത്ത തലമുറയ്ക്ക് ഇത് പഠിപ്പിച്ച് നമ്മളിങ്ങനെ അങ്ങോട്ട് പോകും. നമ്മൾ പറയുന്നതെല്ലാം ഭംഗിയാണ്, എന്നാൽ നമ്മുടെ പ്രവർത്തികളിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. മറിക്കൽ. ഇതിൽ നിന്ന് നമുക്ക് പുറത്തു വരാൻ കർത്താവിൻ്റെ കൃപയിൽ നമുക്ക് ആശ്രയിക്കണം. മോശക്കുഞ്ഞിനെ നൈൽ നദിയിലിടാൻ പറഞ്ഞു, നൈൽ നദിയിലിട്ടു. നേരിട്ടിട്ടില്ല, എല്ലാവരും കൊണ്ടുവന്ന പാവങ്ങൾ അവരെല്ലാം നേരിട്ടിട്ടപ്പോൾ ഒരപ്പനും അമ്മയും ആ കുഞ്ഞിനെ പെട്ടകം വെച്ചിട്ട് പെട്ടകത്തോടുകൂടി വെള്ളത്തിലിട്ടു. ആ പെട്ടകം മുങ്ങിയില്ല, ഒഴുകി ഫറവോൻ്റെ കൊട്ടാരത്തിൻ്റെ അരികിലെത്തി. അതെല്ലാം ഒരു ദൈവത്തിൻ്റെ പ്ലാനാണ്. അങ്ങനെ ആ കുഞ്ഞ് കൊട്ടാരത്തിൽ വളർന്നു. എന്നാൽ അവന് തോന്നിയ
ദൈവജനത്തെ രക്ഷിക്കണം. അവൻ ആരാണ്? അവൻ എബ്രായനാണെന്ന് അവൻ്റെ അമ്മയിൽ നിന്ന് അപ്പനിൽ നിന്നും അവൻ മനസ്സിലാക്കി. അങ്ങനെ അവൻ ഒരു എബ്രായനാണെന്ന് മനസ്സിലാക്കി ഈ ജനത്തെ രക്ഷിക്കാൻ അവൻ്റെ ബുദ്ധി ഉപയോഗിച്ചു. അതാണ് അടുത്ത വാക്യങ്ങൾ 23 വാക്യം മുതൽ. അവന് 40 വയസ്സ് തികയാറായപ്പോൾ ഇസ്രായേൽ മക്കളായ തൻ്റെ സഹോദരന്മാരെ ചെന്ന് കാണണമെന്ന് മനസ്സിൽ തോന്നി. മനസ്സിൽ തോന്നുന്നതും ആത്മാവിൽ തോന്നുന്നതും രണ്ടാണ്. ആത്മനിയോഗവും മനസ്സിൻ്റെ തോന്നലുകളും രണ്ടാണ്. അവൻ്റെ മനസ്സിൽ തോന്നി. കർത്താവിൻ്റെ വേലയെന്ന് പറയുന്നത് മനസ്സിൽ തോന്നുമ്പോൾ ചെയ്യേണ്ടതല്ല, ഒരാത്മനിയോഗത്തിൽ ചെയ്യേണ്ടതാണ്. ഇവിടെ മോശ പരാജയപ്പെടുന്നതാണ് കാണുന്നത്. അവരിൽ ഒരുത്തന് അന്യായം ഏൽക്കുന്ന കണ്ടിട്ട് അവന് തുണ നിന്നു. മിസ്രൈമിനെ അടിച്ചു കൊന്നു. പീഡിതന് വേണ്ടി പ്രതിക്രിയ ചെയ്തു. ദൈവം താൻ മുഖാന്തരം അവർക്ക് രക്ഷ നൽകും എന്ന് സഹോദരന്മാർ ഗ്രഹിക്കുമെന്നവൻ നിരൂപിച്ചെങ്കിൽ അവർ ഗ്രഹിച്ചില്ല. പിറ്റേന്നാൾ അവർ കലഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ അവരുടെ അടുക്കൽ വന്നു, പുരുഷന്മാരെ, നിങ്ങൾ സഹോദരന്മാരല്ലോ, തമ്മിൽ അന്യായം ഏൽക്കുന്നത് എന്ത് എന്ന് പറഞ്ഞു അവരെ സമാധാനപ്പെടുത്താൻ നോക്കി. പതുക്കെ പതുക്കെ മിനിസ്ട്രി ആരംഭിക്കുകയാണ്, മനസ്സിൽ തോന്നിയ മിനിസ്ട്രി. എന്നാൽ കൂട്ടുകാരനോട് അന്യായം ചെയ്യുന്നവൻ അവനെ ഉന്തിക്കളഞ്ഞു. നിന്നെ ഞങ്ങൾക്ക് അധികാരിയും ന്യായകർത്താവ് ആക്കിയത് ആര്? ദൈവമാക്കാതെ നമ്മളെവിടെയെങ്കിലും ആയാൽ ആരും നമ്മളെ അംഗീകരിക്കില്ലെന്നുള്ളൊരു തെളിവാണ്. ഇന്നലെ മിസ്രൈമിനെ കൊന്നതുപോലെ എന്നെയും കൊല്ലുവാൻ ഭാവിക്കുന്നുവോ എന്ന് പറഞ്ഞു. അതാണ് 28 വാക്യം. മോശയ്ക്ക് മനസ്സിലായി, മനസ്സിൽ തോന്നിയാൽ ശുശ്രൂഷ ചെയ്താൽ പൊളിയും. ദൈവത്തിൻ്റെ നിയോഗമില്ലാതെ ഈ പരിപാടി നടക്കില്ല എന്നുള്ളതിൻ്റെ തെളിവായി ഇവിടെ നമുക്കത് കാണാം. എന്ത് സംഭവിച്ചു? 29. ഈ വാക്ക് കേട്ടിട്ട് മോശ ഓടിപ്പോയി മിദ്യാൻ ദേശത്ത് പാർത്തു. ഓടിപ്പോയി. 40 വയസ്സിൽ കഴിവുണ്ട്, പണമുണ്ട്, മിടുക്കുണ്ട്. ഒറ്റയടിക്ക് ഒരാളെ കൊന്ന്, ഒരു കൈ കൊണ്ട് കൊന്ന്, മറ്റേ കൈ കൊണ്ട് കുഴിമാന്തി, അടുത്ത കൈ കൊണ്ട് അവനെ കുഴിയിലോട്ടിട്ടു, മറ്റേ കൈ കൊണ്ട് അവനെ മണ്ണിട്ട് മൂടി. ഇത് കണ്ട് അവിടെ നിന്നവർ അന്തം വിട്ടുപോയി. എടാ, ഒറ്റടിക്ക് ഒരുത്തനെ കൊല്ലുന്നു, വലത് കൈ കൊണ്ട് കൊല്ലുന്നു, ഇടം കൈ കൊണ്ട് മണ്ണ് കുഴിമാന്തുന്നു, വീണ്ടും വലം കൈയിലുള്ളവനെ ആ കുഴിയിലോട്ടിടുന്നു, ഇടം കൈ കൊണ്ട് മൂടുന്നു. ഒരു 5 മിനിറ്റിനുള്ളിൽ എല്ലാം കഴിഞ്ഞു. ഇത്ര വലിയ അഭ്യാസം അവർ കണ്ടിട്ടില്ല. മോശ വിചാരിച്ചു, ഇതോട് ഈ ഒരു അത്ഭുതം കണ്ടിട്ട് ഇവൻ അവരുടെ രക്ഷകനാണെന്ന് അവർ വിചാരിക്കും. എന്നാൽ അവനെ ഉന്തിക്കളഞ്ഞു. നിന്നെ ആരാണ് ഞങ്ങളുടെ ന്യായകർത്താവാക്കിയത്? ഞങ്ങളുടെ ലീഡറാക്കിയത് ആരാണ്? നീ മിസ്രൈമിനെ കൊന്ന പോലെ ഞങ്ങളെയും കൊല്ലാൻ നോക്കിയാണ്. പരിപാടി നാട് മുഴുവൻ പരന്നെന്നറിഞ്ഞപ്പോൾ, ഫറവോ ഇവനെ കൊല്ലുമെന്ന് അറിഞ്ഞപ്പോൾ അവൻ ഓടിക്കളഞ്ഞു. കണക്കൂട്ടലുകൾ തെറ്റിപ്പോയി. മനസ്സിലല്ല ഒരുവന്റെ ശുശ്രൂഷ ആരംഭിക്കുന്നത്, ആത്മനിയോഗത്തിലാണ്. യേശു ആത്മാനിയോഗത്തിലാണ്. പരിശുദ്ധാത്മാവിനെ മരുഭൂമിയിലേക്ക് നടത്തി. ഫിലിപ്പോസ് ആത്മാവിൽ മരുഭൂമിയിലേക്ക് പോയി. അവിടെയാണ് ഷണ്ണൻ തേരിൽ വന്നത്. ഫിലിപ്പോസ് ഒരു വലിയ പ്രതികൂലത്തിന് നടുവിൽ ഓടി. എന്നാൽ അതൊരു ആത്മനിയോഗത്തിൻ്റെ ഓട്ടമാണ്. ശമരിയിൽ ചെന്നു. ആ പട്ടണത്തിൽ വലിയ സന്തോഷമുണ്ട്. ആത്മനിയോഗത്തിൽ ഒരിക്കൽ ക്രിസ്തുവിൻ്റെ ആത്മാവ് പൗലോസിനെ സമ്മതിച്ചില്ല ബിദുന്യക്ക് പോകാൻ. മറ്റു പലയിടങ്ങളിലേക്ക് പോകാൻ ശ്രമിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവനെ വിലക്കി. എന്നാൽ മക്കതോന്യക്കാരനായ ഒരു പുരുഷൻ വന്ന് ഞങ്ങളെ സഹായിക്കാമെന്ന ദർശനം കണ്ടപ്പോൾ അങ്ങോട്ട് പോകാൻ ദൈവം നിയോഗം തന്നു എന്നറിഞ്ഞ് ആ വഴിക്ക് പോയി. കുറേ പീഡനമുണ്ടായി. എന്നാൽ വലിയ അത്ഭുതങ്ങൾ നടന്ന് സഭയുണ്ടായി വന്നത് നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 16 വായിക്കുന്നു. നിയോഗങ്ങൾ പ്രാപിക്കാതെ ദൈവരാജ്യത്തിൽ നമുക്ക് ഒരു വിരൽ പോലും അനക്കാൻ കഴിയില്ല. അതുകൊണ്ട് കർത്താവേ, നിന്റെ നിയോഗമില്ലാതെ ഞാൻ ഒരു വഴിക്കും പോകരുതേ. എന്തിന്? പഴയ നിയമത്തിലെ ദാവീദ്, ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള ദാവീദ്, സിക്ലാഗ് കത്തിക്കരിഞ്ഞ് സ്വന്തം ഭാര്യ, മക്കൾ എല്ലാം നഷ്ടപ്പെട്ട 400ഓളം കൂടെയുള്ളവരുമായിട്ട് വേദനയോടെ കഴിയുമ്പോൾ അവരെല്ലാം ദാവീദിനെ എറിയാൻ കല്ലെടുത്ത സമയത്ത്
ദാവീദ് നേരെ നഷ്ടപ്പെട്ട മക്കളെയും ഭാര്യയും തിരഞ്ഞ് ശത്രുക്കൾ കൊണ്ടുപോയ ഭാഗത്തേക്ക് ഓടിയില്ല. അവൻ ഏഫോദ് കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ പുരോഹിതൻ ഏഫോദ് കൊണ്ടുവന്നു. അവൻ പ്രാർത്ഥിച്ചു, ദൈവമേ, ഇപ്പോൾ അവരെ പിന്തുടരണമോ വേണ്ടയോ? ദൈവം പറഞ്ഞു, പിന്തുടരുക, നിശ്ചയമായും നീ അവരെ എത്തിപ്പിടിക്കും. നഷ്ടപ്പെട്ടതും കൊള്ളമുതലുമായിട്ട് പിന്നീട് ദാവീദും കൂട്ടരും തിരിച്ചു വരുന്ന ചരിത്രമാണ് 1 ശമൂവേൽ 30-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. ദൈവിക നിയോഗമില്ലാതെ ദാവീദ് ഒരു യുദ്ധം ചെയ്തിട്ടില്ല എന്നുള്ളതിൻ്റെ തെളിവാണത്. ഗോലിയാത്തിന്റെ നേരെ ചെന്നത് ഒരു നിയോഗത്തിലാണ്. ആത്മനിറവുള്ളൊരു വ്യക്തിക്ക് അവൻ അറിയാം, ഒരു നിയോഗമില്ലാതെ അവനൊരു ചുവട് വെക്കില്ല. ചില മീറ്റിങ്ങുകളിൽ പല സ്ഥലങ്ങളിൽ വിളിക്കുമ്പോൾ അതൊരു നിയോഗമല്ലായിരിക്കും. അതുകൊണ്ട് അങ്ങോട്ട് പോകാനായിട്ട് നമുക്ക് കഴിയാതെ വരും. ചില മീറ്റിങ്ങിൽ എന്തെല്ലാം തടസ്സമുണ്ടെങ്കിലും അവിടെ എത്തിയിരിക്കും. കാരണം അതൊരു നിയോഗമാണ്. ഒരു നിയോഗമുള്ള യാത്ര വലിയ വിജയം കൊണ്ടുവരും. ദൈവം അയക്കുന്ന യാത്രയുണ്ട്, നമ്മുടെ മനസ്സിൽ തോന്നിയിട്ട് നമ്മൾ പോകുന്ന യാത്രയുണ്ട്. ദൈവിക നിയോഗത്തിൽ ശിമയോൻ ആത്മനിയോഗത്തിൽ ആലയത്തിൽ ചെന്നപ്പോൾ 8-ാം നാളിൽ പരിച്ഛേദന ഏൽപ്പിക്കുവാൻ കുഞ്ഞുമായിട്ട് മാതാപിതാക്കൾ വന്നു. കുഞ്ഞിനെ കയ്യിലെന്തി ശിമയോൻ പറഞ്ഞു, നാഥാ, തിരുവചനം പോലെ അടിയനെ അയക്കണമേ. ഒരു നിയോഗം, ആത്മനിയോഗം. എല്ലാവരും ഒന്ന് പറഞ്ഞ്, ആത്മനിയോഗം. മനസ്സിൽ തോന്നിയതുപോലെ ചെയ്താൽ ശുശ്രൂഷ ജയിക്കില്ല. ആത്മനിയോഗത്തിൽ മുന്നോട്ട് പോകണം. നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിലൂടെ വലിയ വലിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആത്മനിയോഗം. യൂട്യൂബിൽ കിടക്കുന്ന കഴിഞ്ഞ കാലങ്ങളിൽ പറഞ്ഞ അപ്പോസ്തല പ്രവൃത്തി 1 മുതലുള്ളത് സമയം കിട്ടുമ്പോൾ നിങ്ങൾ 1, 2, 3 എന്ന് പഠിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾക്കിതിൽ നിന്ന് ഒരു വലിയ പഠനം തന്നെ ലഭിക്കും. നിയോഗങ്ങൾ. ഇന്നത്തെ ചിന്തയിൽ മനസ്സിൽ തോന്നുന്നതല്ല ശുശ്രൂഷ, പരിശുദ്ധാത്മാവിൻ്റെ നിയോഗമാണ് ശുശ്രൂഷ എന്ന് മോശ പഠിക്കാൻ നീണ്ട 40 വർഷം വീണ്ടും കാത്തിരിക്കേണ്ടി വന്നു. 40-ാമത്തെ വയസ്സിൽ മനസ്സിൻ്റെ തോന്നൽ, 80-ാമത്തെ വയസ്സിൽ ആത്മാവിൻ്റെ നിയോഗം. മോശേ, നീ പോണം. ഇല്ല, ഞാൻ പോകില്ല, ഞാൻ തടിച്ച നാവുള്ളതാണ്. എടാ, ഊമനെയും ചെകിടനെയും എല്ലാം ഉണ്ടാക്കിയത് ഞാനാണ് നിന്നെ അയക്കുന്നത്. നിന്റെ കയ്യിൽ എന്താണ്? ഒരു വടി. വേറെ ഒന്നുമില്ല, സർട്ടിഫിക്കറ്റ് ഒന്നുമില്ല, കഴിവുകളെല്ലാം തീർന്നു. പണ്ട് സമർത്ഥനായിരുന്നു വാക്കുകളിലും പ്രവൃത്തിയിലും, ഇപ്പം അതെല്ലാം പോയി. ഇപ്പോൾ ശരിയാണ്, ഇപ്പോഴാണ് നിന്നെ കൊള്ളാകുന്നത്. നിന്റെ കഴിവല്ല, ഇനി എൻ്റെ കഴിവ് നിന്നിലൂടെ വരും. നിന്റെ വടി എൻ്റെ വടിയായി മാറും, നിന്റെ ശരീരം എൻ്റേതായി മാറും. നിനക്കെന്ന് പറയാൻ ഒന്നുമില്ല, നീ എല്ലാം പുതുതാകാൻ പോവുകയാണ്. അങ്ങനെ ബലഹീനനായ മോശ കണ്ണു മങ്ങാത്തവനും ദേഹബലം ക്ഷയിക്കാത്തവനുമായി അടുത്ത 40 വർഷം ജീവിച്ചിരുന്ന ചരിത്രമാണ് പിന്നീട് നമ്മൾ കാണുന്നത്. അവൻ ഒരുവനെ കൊന്നിട്ട് അവൻ തന്നെ കുഴി തോണ്ടി മരിച്ചവനെ അടക്കിയെങ്കിൽ അതവൻ്റെ ജീവിതത്തിൽ ഒരു പരാജയമായെങ്കിൽ, വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ കണ്ണുമങ്ങാത്ത ദേഹബലം ക്ഷയിക്കാത്ത മോശയെ ദൈവം കുഴി തോണ്ടി ആ കുഴിയിലോട്ട് കിടത്തിയിട്ട് പറഞ്ഞു, നിന്റെ കണ്ണു മങ്ങിയിട്ടില്ല, നിന്റെ ദേഹബലം ക്ഷയിച്ചിട്ടില്ല, നീ കണ്ണടച്ചോ, നിന്റെ ആത്മാവിനെ ഞാൻ എടുക്കുകയാണ്. കാരണം രോഗിയായിട്ടല്ല മരിക്കുന്നത്, എപ്പോഴും ദൈവ സാന്നിധ്യത്തിൽ ജീവിച്ച് ബലമുള്ളവനായി ശക്തനായി. ഇതാ ഇപ്പോൾ ആ പിസ്ക കൊടുമുടിയിലോട്ട് ദൈവം വിളിച്ചപ്പോൾ നടന്നു കയറി. മരിക്കുന്ന അന്നും കൊടുമുടിയുടെ മുകളിലോട്ട് നടന്നു കയറിയവനാണ്. കണ്ണുമങ്ങാത്തവൻ, ദേഹബലം ക്ഷയിക്കാത്തവൻ. രോഗിയായിട്ടല്ല ഇപ്പോൾ മരിക്കുന്നത്, ശ്വാസം കിട്ടാതെ മരിക്കുകയല്ല, അറ്റാക്ക് വന്ന് മരിക്കുകയല്ല, നാളുകൾ കിടന്ന കിടപ്പിൽ തന്നെ 1, 2 കഴിച്ചല്ല മരിക്കുന്നത്. മോശേ, കണ്ണടച്ചോ, നിന്റെ ആത്മാവിനെ എടുക്കുകയാണ്. അങ്ങനൊരു മരണം. ദൂതന്മാർ അവിടെയുണ്ട്. ദൈവം അവനെ അടക്കിയെന്നാണ്. അതുകൊണ്ട് അവനെ അടക്കിയത് എവിടെയാണെന്ന് ആരും അറിഞ്ഞില്ല.
എത്ര ഭയങ്കര മരണം, എത്ര ഭയങ്കരമായ ജീവിതമാണ് മോശയുടെ ചരിത്രം. എന്നാൽ യേശു കർത്താവ് വന്നിട്ട് പറഞ്ഞു, മോശയേക്കാൾ വലിയവൻ, ദേവാലയത്തേക്കാൾ വലിയവൻ, ശലോമോനേക്കാൾ വലിയവൻ, യോനയേക്കാൾ വലിയവൻ, ശബത്തിനും ഞാൻ കർത്താവ്. മോശയെ മോശയാക്കി മാറ്റിയവൻ മനുഷ്യനായി ഭൂമിയിൽ വന്ന് പറഞ്ഞ വാക്കാണ്, ഞാൻ അതിലും വലിയവനാണ്, ഞാൻ ദേവാലയത്തേക്കാൾ വലിയവനാണ്. മോശയെ പണിതെടുത്ത അതേ കർത്താവ് നമ്മയും പണിതെടുത്ത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു അത്ഭുതമാക്കി മാറ്റും. നിശ്ചയം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് കേട്ട തിരുവെഴുത്ത് പോലെ ഞങ്ങളുടെ തോന്നലുകൾ കൊണ്ടുണ്ടാക്കിയ പലതിലും ഞങ്ങൾ തോറ്റു, ഞങ്ങളുടെ ബുദ്ധി കൊണ്ട് ഞങ്ങൾ കണക്കൂട്ടിയ പലതിലും ഞങ്ങൾ പൊട്ടിപ്പോയി. എന്നാൽ അങ്ങയുടെ നിയോഗത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും. ഒരു നിയോഗത്തിൻ്റെ ചുവടുവയ്പ്, ഒരു ബിസിനസ് ചെയ്താലും, ഒരു പുതിയ പഠനത്തിനാണെങ്കിലും, ഒരു വീട് വെക്കാനാണെങ്കിലും, ഒരു കുടുംബജീവിതത്തിനാണെങ്കിലും, ഒരു നടത്തിപ്പിലും നിയോഗത്തിലും കാര്യങ്ങൾ ചുവടുവെക്കുന്ന ഓരോ ചെറിയ കാര്യത്തിലും വലിയ കാര്യത്തിലും ആത്മനിയോഗമുള്ളവരാക്കി തീർക്കുവാൻ ഞങ്ങളെ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കും. ബുദ്ധി കൊണ്ട് മനസ്സുകൊണ്ട് ചെയ്യുന്നതിൽ നിന്നെല്ലാം ഞങ്ങളെ പുറകോട്ട് മാറ്റണമേ. പരിശുദ്ധാത്മാവിനെ നിരക്കാത്തതിൽ നിന്നെല്ലാം ഞങ്ങളെ വിടുവിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ ബലമേറിയ കൈകളിൽ ഞങ്ങളെ സമർപ്പിക്കും. ഇത് കേൾക്കുന്ന എല്ലാവർക്കും ഒരു നിയോഗമുണ്ടാകും. ഒരു നിയോഗമുള്ള ചുവടുകൾ വെച്ച് ദൈവത്തിൻ്റെ അത്ഭുതമായി മാറാൻ ഞങ്ങളെ സമർപ്പിക്കും. സൗഖ്യങ്ങൾ നടക്കട്ടെ, സമാധാന നദി ഒഴുകട്ടെ, സാമ്പത്തിക ഉറവകൾ തുറന്നു വരട്ടെ, ആരോഗ്യം മെച്ചമാകട്ടെ, മാനസികമായി ശക്തരാകട്ടെ. ആറ്ററമ്പത്ത് നട്ടിരിക്കുന്ന, തക്കകാലത്ത് ഫലം കായ്ക്കുന്ന, ഇല വാടാത്ത വൃക്ഷം പോലെ തഴച്ചു വളരട്ടെ. ദൈവരാജ്യത്തിൽ അത്ഭുതങ്ങളായി മാറട്ടെ. അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ. ആമേൻ. അതങ്ങനെ തന്നെ സംഭവിക്കും. നമ്മുടെ പ്രാർത്ഥനകൾക്കെല്ലാം 100-ൽ 100 ചോദിച്ചതിലും നനച്ചതിലും അത്യന്തപരമായി മറുപടി തരുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ ചെയ്യാൻ കഴിയുന്നവൻ നമ്മോട് കൂടെയുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നാളെ പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വെച്ച് രാവിലെ ഉപവാസ പ്രാർത്ഥനയുണ്ട്. രാവിലെ 10:30 വരിക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് വീണ്ടും ജീസസ് എവരിഡേയിൽ ഒരുമിച്ച് കാണാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഗോഡ് ബ്ലെസ് യു.